ചിന്താവിഷയം. പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും വിശക്കുന്നവന്റെ മുൻപിൽ നാം അപ്പമാകണം. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ കാലം നാടെങ്ങും പട്ടിണിയും ദാരിദ്ര്യവും രോഗവും. ഉടുക്കാൻ തുണി പോലും കിട്ടാനില്ല. അന്നത്തെ കാലഘട്ടത്തിൽ മഠങ്ങളിൽ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിരവധി കന്യാസ്ത്രീകൾ മരിച്ചു. കോളറ പടർന്നു പിടിച്ചു. പട്ടിണി തന്നെ എങ്ങും പട്ടിണി. ആ സമയത്താണ് എവ്പ്രാസ്യമയുടെ ആങ്ങള കാക്കുവും മകൾ കൊച്ചുമേരിയും എവ്പ്രാസ്യമയെ കാണാൻ ഒല്ലൂർ മഠത്തിലേക്ക് വന്നത്. ഇതാണ് വൈറ്റിഭാഗ്യം വൈറ്റിഭാഗ്യം എന്ന് പറയണത്. ഇത് യാത് മാരണമാണ് ഈ സമയത്ത് വന്നിരിക്കണത്? ആരാ? ഓന് മനസ്സിലായില്ല. ആരാണെന്നാ ചോദിക്കണത്? ആളെ കാണുന്നില്ലല്ലോ. ഞാനൊന്ന് ചിരിച്ചു കാണിക്കാം. ഇപ്പൊ കണ്ട പല്ല് മാത്രം കണ്ടു. ആള് പോയി. ഇരുട്ടായല്ലോ. ആള് പോയില്ലപ്പാ, അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് എവിടെ? വാ അടിച്ചതുകൊണ്ട് കാണാൻ പറ്റാത്തതാ. ആണോ? ശോ. ഓ, ഇതായിരുന്നോ സാധനം? എന്താണ് വന്നത്? എവിടെന്നാ? അത് ആരെ കാണാനാ? ഞാൻ കാക്കു, കാട്ടൂരിന്നാ. കാക്കുവാ? അതെ. ഏത് കാക്കു? അത് ഓ, ഈ തൃശ്ശൂർക്കാരുടെ ഓരോ പേരുകളെ. ചാക്കുണ്ണി, വറുത്, കുഞ്ഞിപ്പാലു, വാറുണ്ണി, ഫ്രാങ്കി, ഈരാശു, പൊറിഞ്ചു. കേട്ടാ ചിരി വരും. ഇവിടെ ഒരു മദറുണ്ട്, അതായത് എ+ അമ്മ. നാക്ക് പഠിക്കാതെ ഞാൻ അമ്മയുടെ പേരൊന്നും വിളിക്കല. നീ ചിരിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിലെ പേരൊക്കെ എത്ര നല്ല അന്തസ്സുള്ളാണെന്നറിയാമോ? കുഞ്ഞമ്മ, കുഞ്ഞപ്പൻ, എലിസ്യാവും, സന്ധ്യാവും, പരിഞ്ഞപ്പൻ, പരിഞ്ഞമ്മ, പിന്നെ ടൈറ്റസ്, ക്ലീറ്റസ്, ലോപ്പാസ്. കളിക്കരുത്. പേരെന്താ? റോസ. കണ്ടാൽ അങ്ങനെ ആരും ഒന്നും പറയേല. നിങ്ങളുടെ നാടെവിടാ? ചേർത്തല, അർത്തുങ്കൽ. അർത്തുങ്കൽ പള്ളിക്ക് തൊട്ടടുത്ത്. ഇവിടെ എന്നാ കട്ടോണ്ട് വന്നതാ. ആര്? ഇവിടുത്തെ മദറോ? അല്ലടി കൊച്ചേ, എന്റെ കെട്ടിയോൻ. അല്ലാണ്ടാര്? അങ്ങേര് ഉണക്കമീൻ കച്ചവടത്തിന് വന്നതാ. ഒരു ദിവസം ഉണക്കമീന്റെ കൂടെ എന്നെയും കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. അത് ഓർക്കുമ്പോ ഇപ്പോഴും നാണം വരുന്നു. ഇവിടെ വന്ന് മാർക്കം കൂടിയതാ. കറുത്ത സുന്ദരി എന്നാ എല്ലാവരും വിളിക്കണേ. അല്ലേ? കഥ പറഞ്ഞു പറഞ്ഞ് കാര്യം മറന്നുപോയി. ശരിയാ. എന്തിനാ അവിടെ വന്നത്? ആരെ കാണാനാ? എവ്പ്രാസ്യമയെ കാണാനാ. എപ്രസ്യാമ്മടെ ആരാ? ആങ്ങളെയും മോളോ? എന്റെ ഈശോയെ! അയ്യോ, അല്ല, ഞങ്ങൾ ശരിക്കും ആങ്ങളെ മോളോ? അതെ. അയ്യോ, മോളെ അടച്ചു. പേടിച്ചു പോയതാണപ്പാ. ആങ്ങളെ മോള് വരാൻ കണ്ട ദിവസം ഒരു പുണ്ണാക്ക് പോലും ഇല്ല ഇവിടെ. എന്റെ കർത്താവേ! ആരാ വന്നത് ചേട്ടത്തി? വേഗം ചെല്ലങ്ങാട്. കാക്കു ആങ്ങളെ മോളുവാ. ഈശോയെ! അമ്മേ, ഞാൻ ആ അടുക്കള പഴയ സ്ഥലത്ത് തന്നെ കിടന്നോളാം. അമ്മ അങ്ങോട്ട് ചെന്നാട്ടെ. ചെല്ലി ചെല്ലി ചെല്ലമ്മേ ചെല്ലി. ഒത്തിരിക്കണം.
കീറാൻ തുടങ്ങിയ മൊത്തം കീറി പാളീസാകും. ആ, കഷ്ടകാലം എന്ന് പറഞ്ഞ അങ്ങനെ. അപ്പനൊന്നും മിണ്ടാതിരി. ആ, പെങ്ങളെ സ്തുതി കൊടുക്കടി മോളെ അമ്മായിക്ക്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അകത്തോട്ട് കേറി വാ. ആ, ശരി. വാ. ദൈവമേ. നീ വല്ലാണ്ട് വിളറിയല്ലോ. ചില്ലറ നടപ്പാണോ നടന്നത്? നല്ല വെയിലും. തലയിൽ വിയർപ്പ് തങ്ങിയാൽ പനി പിടിക്കില്ലേ? ദൈവമേ. പുറത്ത് വെള്ളമുണ്ട്. മുഖമെല്ലാം കഴുകി തലമുടിയെല്ലാം ചീകി കെട്ടി മിടുക്കിയായി വാ. ചെല്ല്. കാക്കു, ഇത് എന്തിരിപ്പാണിത്? ആ കസേരയിലിരുന്നേ. അതൊന്നും വേണ്ട പെങ്ങളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എഴുന്നേൽക്ക് കാക്കു. വാ. ആരെങ്കിലും ഈ ഇരിപ്പ് കണ്ട നാണക്കേടാ. വാ, ഇവിടെ ഇരിക്ക. നിന്റെ മനസ്സ് ഇവിടെ എങ്ങുമല്ല. നീ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. എനിക്കറിയാം. ജീവിതാരംഭത്തിൽ കുറച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചാൽ അവസാന കാലത്ത് നല്ല നിലയിൽ ജീവിച്ചു മരിക്കാം. ജനിക്കുമ്പോൾ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചാൽ ചാകാറാകുമ്പോൾ കീറത്തുണി എടുത്ത് മരിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലെ അനുഭവം അതാണ് പെങ്ങളെ. സുഖം എന്തെന്ന് എന്റെ മക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു നല്ല കാലം അവർക്ക് കിട്ടുമായിരിക്കും. എന്നാണാവോ അത്? കാക്കു, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ മനസ്സ് സ്വസ്ഥമാക്കി മക്കളുടെ കാര്യങ്ങൾ നോക്കി നടത്ത്. എങ്ങനെ എങ്ങനെ എന്തോരം പറമ്പും പുരയിടം ഉണ്ടായിരുന്നതാ. എല്ലാം വിറ്റ് തൊലച്ചില്ലേ അപ്പൻ? എങ്ങനെ അപ്പൻ നശിപ്പിച്ചു എന്നാ നീ പറയുന്നേ? ഒരു ശുദ്ധനായിരുന്നില്ലേ അപ്പൻ? സ്നേഹമായിരുന്നു ആ മനസ്സ് മുഴുവൻ. അറിയില്ല പെങ്ങക്കൊന്നും. എന്തോട്ടാ കാക്കു നിന്റെ മനസ്സിൽ? ജാമ്യം. ശുദ്ധഹൃദയം കൂടിപ്പോയി. ആര് വന്ന് ചോദിച്ചാലും ജാമ്യം നിൽക്കും. പറ്റിച്ചു പറ്റിച്ചു എല്ലാവരും. അപ്പൻ മരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആ വീടും പുരയിടവും കുറിക്കമ്പനിക്കാര് കൊണ്ടുപോയി. ആർക്കോ വേണ്ടി ജാമ്യം നിന്നു. വാടക വീട്ടിലായി ഞങ്ങൾ. ആരോടായിരുന്നു സ്നേഹം? മക്കളോടോ അതോ നാട്ടുകാരോടോ? കാക്കു, മതി പറഞ്ഞത്. നിന്റെ മകൾ കേൾക്കണ്ട. അപ്പനെ മാത്രം നീ കുറ്റം പറഞ്ഞു. നീ എന്തുണ്ടാക്കി? നഷ്ടപ്പെട്ട ഒരു തുണ്ട് ഭൂമിയെങ്കിലും തിരിച്ചു വാങ്ങാൻ സാധിച്ചോ നിനക്ക്? അലസമായി ജീവിച്ചു. ഇപ്പോ അപ്പനെ കുറ്റം പറയാ നീ? പെങ്ങള് പറഞ്ഞതിലും കാര്യമുണ്ട്. ആരും പറഞ്ഞു തരാനില്ലാണ്ടായിപ്പോയി. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. വിഷമിക്കുക തന്നെ, അല്ലാതെന്താ? ദേ മകൾ വന്നു.
വാ മോളെ. ആ മിടുക്കിയായല്ലോ. അമ്മായിയെ ഞാൻ വളരെ ചെറുപ്പത്തിലാ കണ്ടത്. ഓർക്കുന്നുണ്ട് ഞാൻ. ലോനാങ്ങളെയുമായല്ലേ വന്നത്? അതെ അതെ. കാക്കു, ലോനയുടെയും ഔസേപ്പിന്റെയും വിശേഷങ്ങൾ? അത് പറയാതിരിക്കുക നല്ലത്. എന്തു പറ്റി? എന്തു പറ്റിയടാ? പറയാൻ. എന്താ മോളെ? ഔസേപ്പിളയപ്പൻ നാട് വിട്ടുപോയി. എന്താ ഞാനീ കേട്ടത്? നാട് വിട്ടു പോയെന്നോ? എവിടെയാണെന്ന് ആർക്കും അറിയില്ല പെങ്ങളെ. 1 വർഷം കഴിഞ്ഞു. എവിടെയെങ്കിലും നന്നായി ജീവിക്കുന്നുണ്ടാവും. എന്തിനാ അങ്ങനൊരു ദുർബുദ്ധി അവന് തോന്നിയത്? ഞാൻ പ്രാർത്ഥിച്ചോളാം. 90 ദിവസം എല്ലാവരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. അവൻ തിരിച്ചു വരും. ഇവളുടെ കല്യാണക്കാര്യം എന്തായി? അത് പറയാനാ വന്നത്. കല്യാണക്കാര് വരുന്നുണ്ട്. കൊടുക്കാൻ വല്ലതും വേണ്ടേ? വലിയ സംഖ്യ എല്ലാവരും ചോദിക്കുന്നത്. എവിടുന്നാ കൊടുക്ക? അപ്പനിങ്ങനെ അമ്മായി വിഷമിപ്പിക്കാതെ. പെങ്ങള് വിഷമിക്കണ്ട. പെങ്ങളുടെ അടുത്ത് നിന്നും ഒന്നും ചോദിക്കാൻ വന്നതല്ല. ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വന്നത് പെങ്ങള് പ്രാർത്ഥിച്ച ദൈവം കേക്കുമെന്ന് ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞു. എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അതിനാ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. എന്റെ കാര്യം സാരമില്ല അമ്മായി. കുടുംബത്താകെ അസ്വസ്ഥതയാ. എല്ലാം തകർന്നു. പലരും പല വഴിക്കായി. കിടപ്പാടും പോലും ഇല്ല. അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആനയും അമ്പാരിയും ഉണ്ടായിരുന്ന നമ്മുടെ തറവാടിനെ പറ്റി. മോളെ, ഞാനും
വേദനിക്കുകയാണ്. നമ്മുടെ വേദനകൾ ഞാൻ ഈശോയോട് പറയാം.